ഇടയ്ക്ക് 30 കുട്ടിക്കോളും 25 പേര് പേര് തന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ മകരചൊവ്വയുടെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് പറമ്പത്ത് കാവിലേക്കാണ് കേട്ടോ. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഒരു അമ്പലം ഉള്ളത്. നല്ല രസമാണ് അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് മകരചൊവ്വയാണ്. അപ്പോൾ ദേവിയുടെ അമ്പലമാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും അമ്മാമി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇതല്ലേ ഇത് ഈ കിടക്കണതല്ലേ അന്ന് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയ. പക്ഷെ കുറേ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ കാണാറുള്ളു. മേലെ പണിക്കുന്നു. സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പോൾ വലിയ ആൾക്കാരെന്നൊക്കെയല്ലേ സബ്സ്ക്രൈബേഴ്സിനെ കാണാറ്. ഇന്ന് നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടു കേട്ടോ. നമുക്ക് ആളിനെ ഒന്ന് കണ്ടാലോ. നമ്മുടെ കുട്ടി ഫാനാണ് അല്ലേ? എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ? നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളതിന് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇന്നിവിടെ ഒരു വഴിപാടുണ്ട്. പ്ലാവ് വെക്കുക എന്ന് പറയും. നമ്മളുടെ വീഡിയോസ് തുടങ്ങിയ ആ ഒരു കാലത്ത്, ചാനൽ തുടങ്ങിയ ഒരു സമയത്ത് നമ്മളിത് കാണിച്ചിട്ടുണ്ട്. പ്ലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു കലം, അതിനെയാണ് പ്ലാവ് എന്ന് പറയാം. അതിൽ നമ്മൾ ചോറൊക്കെ വെച്ച് നീതിക്കുന്നതിനെയാണ് പ്ലാവ് വെക്കുക എന്ന് പറയുക. അത് വലുതുണ്ടാവും, ചെറുതുണ്ടാവും, അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നമ്മളടുത്ത് നമ്മൾ വലിയ പ്ലാവുണ്ട്. പിന്നെ അതിൻ്റെ ചെറുതിനെ നമ്മൾ കാരപ്ലാവ് എന്നാണ് പറയുക. ചെറുതുണ്ട്, പിന്നെ പായസം, ഇതൊക്കെ നമ്മൾ നീതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതല്ല, ഞങ്ങൾ പറമ്പത്താവിൽ പോയി വന്നു. മകരച്ചൊവ്വയാണ്. അപ്പൊ അവിടെ പ്രധാനമുള്ള ദിവസമാണ്. ഇതെല്ലാം നിൽക്കുന്ന എത്ര ദൂരത്തിനൊക്കെ ആൾക്കാർ, നിറയെ ആൾക്കാരാ. അവിടെ പ്ലാവ് വെക്കാന്നൊരു പ്രത്യേക വഴിപാടാണ്. അത് മുഴുവൻ പ്ലാവ്, അരപ്ലാവ്, കാരപ്ലാവ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. 3 ദേവതകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് 3 പേർക്കും നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം. അപ്പൊ നമ്മൾ വലിയ പ്ലാവുണ്ട്, നമുക്ക് കാരപ്ലാവ് ചെറുത്, അതാണ്. പിന്നെ പായസവും, ഇത് 3 ഉണ്ടായിരുന്നു നമുക്കും. കാരഭഗവതി എന്നാ പറയാ. അവിടെ കാരപ്ലാവാണ് നേദിക്കുക. മറ്റു വലിയ പ്ലാവ് നേദിക്കുന്നുണ്ട് അമ്മയ്ക്ക്. മറ്റെന്താണ് കാരഭഗവതി, ഭദ്രകാളി, അങ്ങനെ 3 പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണ്. അതിന്റെ പഴക്കം എത്രയെന്ന് പറയാനറിയില്ല. പഴയ കാലത്ത് ജീർണിച്ച് അതിന് പെരയൊന്നും ഉണ്ടായിരുന്നില്ല. പെര പാടില്ല എന്നൊക്കെയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നാട്ടുകാരുടെ ശ്രമം കൊണ്ട് നല്ലൊരു അമ്പലമായിട്ട്. എന്താ അവിടുത്തെ പറയോ ശക്തിയും ഭയങ്കരാണ്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പൊ ശരിക്കും 11 മണിയൊക്കെ ആവാറായി. പക്ഷെ ഇപ്പോഴും അവിടെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോയി എന്തായാലും തൊഴുത് നേദ്യമൊക്കെ ആയിട്ട് ഈ ഒരു ദിവസം അവിടെ പ്രധാനം. ഇനി അത് കഴിഞ്ഞാൽ അവിടെ ഉത്സവമല്ല, എന്താ പറയാ, പൂരണ്ട്. അത് കൂടാണ്ട് തന്നെ എന്താ പറയാ, ഗുരുതിയല്ല, എന്തൊക്കെയോ വഴിപാടുകൾ മാസങ്ങളോളായിട്ട് അങ്ങനെ ഉണ്ട്. അങ്ങനെ അതാണ് പറമ്പത്ത് പ്ലാവ് വയ്ക്കല്. ഭയങ്കര ശക്തിയുള്ള ഭഗവതിയാണ്. അതെ. ഇനി ആ പ്ലാവിലത്തെ നേദ്യം അതാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുക. ഭയങ്കര ടേസ്റ്റ് ആണ്. കൊടുക്കും എല്ലാവർക്കും. കുറേ ഉണ്ടാവുക, വലിയൊരു ഇതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ചുറ്റുള്ള എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഇഞ്ചി തൈരൊക്കെ കൂട്ടി അത് കഴിക്കും. അച്ചാറും കടുമാങ്ങയും ഒക്കെ കൂട്ടി കഴിക്കും. നല്ല ടേസ്റ്റാണ്.
ഈ ചുറ്റുവട്ടത്തിലുള്ളവർക്കൊക്കെ കൊടുക്കും. അതന്നെ, അതാണ് ഇന്നത്തെ വിശേഷം. മകരവിളക്ക് അല്ല, മകരവിളക്കല്ല, മകരച്ചൊവ്വ. മകരച്ചൊവ്വയുടെ വിശേഷം ഒക്കെ അങ്ങനെ ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുന്നെയാണ്. പഴക്കം പറയാൻ പറ്റില്ല എന്നാ പറയണ, 1000 ആണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണെന്നാ പറയുന്നത്. അത് എന്നിട്ട് അവിടെ ചുറ്റും, അമ്പലത്തിന്റെ അവിടെ ചുറ്റും എന്തോ കാവുമാതിരി തന്നെയാണ് 4 കുഴിച്ചപ്പോ ഭൂമിക്കടിയിൽ നിന്ന് പല പല രൂപങ്ങള്, പല തരത്തിലുള്ള രൂപങ്ങള്, മൃഗങ്ങളുടെയും ആൾക്കാരുടെയും ഒക്കെ ആയിട്ട്. അതെന്താ അറിയോ, വീട്ടിൽ പണ്ടൊക്കെ കൃഷിയല്ലേ നമുക്ക് നാട്ടിൻപുറത്തുണ്ടാവുക. ആ കൃഷിക്ക് നാൽക്കാലികൾക്ക് ആപത്തൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കോലം ചാർത്താന്നാ പറയുക. അങ്ങനെ കോലം ചാർത്തിയിട്ടുള്ളത് അത് എത്ര ആഴത്തിലത്ര കിടന്നിരുന്നു. അവിടെ വെക്കാൻ സ്ഥലമില്ലാണ്ട് അതിലിട്ട് തൂർത്തതാ തോന്നുന്നുണ്ട്. അങ്ങനെ ആ കാലത്ത് ഇതൊക്കെ പുറത്തെടുത്ത സമയത്ത് നമ്മളൊക്കെ കാണാൻ പോയിട്ടായിരുന്നു. എത്രയാന്ന് വെച്ചാ അമ്പലത്തിന്റെ ചുറ്റും അതിങ്ങനെ കൂടി കിടക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മൃഗങ്ങളുടെ കോലങ്ങള്, പശുക്കുട്ടി, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അന്ന് പേപ്പറിലൊക്കെ അത് ഭയങ്കര ന്യൂസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമില്. എന്തായാലും ഇപ്പൊ അമ്പലം വളരെ നന്നായി. അതിനെ കാണുമ്പോ തന്നെ ഒരു സന്തോഷം. നമ്മളുടെ വീട് തന്നതിനെക്കാട്ടിലും സന്തോഷം തോന്നുക. നിറയെ ആൾക്കാരും അതാണ്. വരുന്നവർക്കൊക്കെ അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാവട്ടെ എല്ലാതും, നാടും നാട്ടുകാരും അമ്പലങ്ങളും ഒക്കെ. അല്ലേ പിടിപിരുന്നനുള്ള ഇങ്ങനെ ഉണ്ടാവാം. ഇത് നമ്മള് സാധാരണ ചോറ് വയ്ക്കുന്ന അരിയുടെ ചോറ് പോലെ ചോറ് വെച്ച് അങ്ങനെ കട്ട പിടിക്കുക. ഇത് സാധാരണ നമ്മള് ചോറ് വെക്കുന്നതാണ്. ഈ എന്താ പറയാ, പാത്രത്തിന്റെ വലിപ്പം ശരിക്കും വീഡിയോയിൽ മനസ്സിലാവില്ല അത്യാവശ്യം. പക്ഷെ അതിനുള്ളിൽ നല്ല നല്ല ഉണ്ട്. പക്ഷെ കുട്ടികളെ ഉണ്ടാക്കണ്ട. ആകെ കുട്ടികളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇത് എന്തിനാ നമ്മളത് ചെയ്യണമെന്ന് പറയാം. അവിടുത്തെ വഴിപാട് ഇതാണ്, അവിടുത്തെ വഴിപാട് ഇതാണ്. എല്ലാവരും ഇതാണ് ചെയ്യ വഴിപാടായിട്ടല്ലേ. ഇതിൽ തന്നെ ഇത് മുഴുവൻ പ്ലാവ്, ഇതിന്റെ അരപ്ലാവ് ഉണ്ടാവും, കാരപ്ലാവ് ഉണ്ടാവും. അതൊരു കുട്ടി പ്ലാവ്. അത് കാരാഭഗവതിക്കുള്ളതാണ് കാരപ്ലാവ്. 3 ദേവിമാരെ കണ്ടില്ലേ, ആ കാരാഭഗവതിക്കാണ് കാരപ്ലാവ്. നമ്മൾ അതും ചെയ്തിട്ട് പക്ഷെ നമ്മളത് വാങ്ങിക്കാണ്ട് വേവിച്ചിട്ടില്ല അത്രേ. അപ്പൊ അവൻ നിന്ന് നേരം എടുക്കും. അപ്പൊ അവരോട് ഇത്തോളാൻ പറഞ്ഞു. തന്നെ. അപ്പൊ നമ്മള് വേവിക്കാണ്ട് പോകുന്നു. ഒരു നാളികേരത്തിന്റെ മുറിയും കൂടി ഉണ്ടാവും. അപ്പൊ അതും കൂടി നമ്മൾ ഒരു നാളികേരം പൊട്ടിച്ചിട്ട് അപ്പം അതെല്ലാവർക്കും ഉള്ളത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നേദ്യച്ചോറ് അല്ലേ, അങ്ങനല്ലേ പറയാ, നേദ്യച്ചോറ്. എനിക്കറിയാം നേദ്യച്ചോറ് എന്ന് മുഴുവൻ അമ്മ പറയില്ല. അതിൻ്റെ മുമ്പ് നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരും. തുള്ളി വെള്ളം കുടിക്കാതെ പോവേ. എന്നിട്ട് ഇതങ്ങടെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ തന്നെ ഉണ്ടാ നിറച്ച് പൊടുണ്ണില ഇടല പൊട്ടിച്ച് ഉപ്പും മുളകൊക്കെ കൊണ്ടുപോകും. അച്ചാറും അവിടെ തന്നെ ഇരുന്ന് കഴിക്കും. അവിടെ ഇരുന്ന് ഊണയിക്കലുണ്ട് എൻ്റെ അമ്മ. അല്ല എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇത്. തൈര്, ഇഞ്ചി തൈര് കൂട്ടിയിട്ട്, കടുമാങ്ങി ഇഞ്ചി തൈര് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ്. കൊടുമുടിക്കാവിലെ, പറമ്പത്താവിലെ, വെള്ളാപ്പള്ളി അമ്പലത്തിലൊക്കെ പോയി അങ്ങനെയാണ്. അതെ, അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട്. കാരണം 12 മണിയാവി ഇത് കിട്ടി പോരുമ്പോഴേക്ക്. ഞാൻ പോയി കൊണ്ടു കൊടുത്തിട്ട് വരാം എല്ലാ വീട്ടിലും. ഇവിടെ അല്ലാതെ അങ്ങനെ ഇനിയുണ്ട്, കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചു. ഇതാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത്. കണ്ടോ, നേദ്യച്ചോറുണ്ട്, ഒരു പപ്പടമുണ്ട്, അതുപോലെ തന്നെ ചീരത്തോരനുണ്ട്, ഇഞ്ചി തൈരുണ്ട്, നല്ല
എന്താ പറയുക കണ്ണിമാങ്ങ അച്ചാറുണ്ട്, പിന്നെ കടുമാങ്ങയുണ്ട്. അപ്പോൾ ഇത് പണ്ടൊന്നും എനിക്ക് നെയ്തിച്ചോറ് കഴിക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അത് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്, അത് മനസ്സിലായപ്പോഴാണ് ഇതിന് ഭയങ്കര ടേസ്റ്റാണെന്ന് മനസ്സിലായത്. ആ ഇഞ്ചി തൈരൊക്കെ കൂട്ടിയിട്ട് അത് കഴിക്കുമ്പോണ്ടല്ലോ, എൻ്റെ അമ്മോ, കടുമാങ്ങയും അതൊക്കെ കൂടെ കൂട്ടി ഒരു കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര രസമാണ് അത് കഴിക്കാൻ. അത് കഴിച്ചിട്ടുള്ളവർക്കാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അതേ പറയുന്നത് കഴിക്കേണ്ടതിനൊരു രീതിയുണ്ട്, ആ രീതിക്ക് തന്നെ കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ അതൊരു സ്വർഗം തന്നെയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഈ പ്രാവ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ കരിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കരി പിടിക്കാതിരിക്കാൻ വേണ്ടി അത് അമ്മാവ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. താഴെ വെച്ചിട്ടുള്ള ആ സാധനം തെരിക എന്ന് പറയും. അങ്ങനെ ആ ഒരു സംഭവമാണ് താഴെയുള്ളത്. അപ്പോൾ ഇതുപോലെ പ്രാവിൽ നേദ്യം കഴിച്ചിട്ടുള്ളവരും അതുപോലെ നേദ്യച്ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവരെന്തെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യണം, കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും മകരച്ചൊവ്വ ആശംസകൾ.